ഹായ്, ഞാനിന്ന് ഓൺലൈൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ എക്സാമിനേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മീനിങ്, ടൈപ്പ്, ഇമ്പോർട്ടൻസ്, ക്യാരക്ടറിസ്റ്റിക്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, കൺക്ലൂഷൻ ഇതിനെയൊക്കെ പറ്റിയാണ് പറയുന്നത്. ആദ്യമായി നമുക്കതിൻ്റെ മീനിങ് നോക്കാം. ഓൺലൈൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനെറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന പരീക്ഷയാണെന്ത് ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ദൂരെയുള്ള കുട്ടികൾക്കും എന്താണ് നിശ്ചിത സമയത്തിനുള്ളിൽ പരീക്ഷ എഴുതാൻ ഇത് സഹായിക്കുന്നു. പരീക്ഷ കഴിയുന്നതോടെ ഈ സെക്ഷൻ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് എൻഡ് ചെയ്യുകയും ചെയ്യും. ഈ സിസ്റ്റം പ്രധാനമായും എന്താണ് ഒബ്ജക്റ്റീവ് ഇവാലുവേഷനെ സഹായിക്കുന്നു. സോ മറ്റുള്ള എക്സാമിനെക്കാട്ടിലും ഈ എക്സാമിൻ്റെ റിസൾട്ട് നമുക്ക് വേഗം കിട്ടും. അപ്പോൾ ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനെറ്റ് വഴി ദൂരെയിൽ നിന്ന് എഴുതാൻ കഴിയുന്ന നിശ്ചിത സമയത്തിൽ നടക്കുന്ന തത്സമയം തന്നെ ഇവാലുവേഷൻ നടത്താൻ കഴിയുന്ന ഒരു മോഡേൺ പരീക്ഷാ രീതിയാണെന്ത് ഓൺലൈൻ എക്സാം. അടുത്തത് ടൈപ്പ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ഓൺലൈൻ എക്സാം തന്നെ പലതരത്തിലുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഞാനിപ്പോൾ ഇവിടെ ബ്രീഫ് ചെയ്തെന്ന് പറയാമേ. അപ്പോൾ ഒന്നാമത്തെയാണ് സെമസ്റ്റർ ആൻഡ് എൻട്രൻസ് എക്സാം. അത് സ്കൂളിലും കോളേജിലും നടത്തുന്ന സെമസ്റ്റർ പരീക്ഷകളും അതുപോലെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള എൻട്രൻസ് പരീക്ഷകളും, അതായത് കീം, നീറ്റ് പോലുള്ള എക്സാമുകൾ ആണ് ഇതിനകത്ത് പെടുന്നത്. രണ്ടാമത്തെയാണ് വീഡിയോ ഇൻ്റർവ്യൂ ആൻഡ് വൈവ. നേരിട്ടല്ലാതെ വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തുന്ന ഇൻ്റർവ്യൂസും വൈവ വോയിസ് പരീക്ഷകളും ഇതിൻ്റെ ഭാഗമാണ്. ഇത് കാൻഡിഡേറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്തെയാണ് മോക്ക് ആൻഡ് പ്രാക്ടീസ് ടെസ്റ്റസ്. മെയിൻ എക്സാമിന് മുമ്പുള്ള ഒരു ട്രെയിനിങ് പോലെ നടത്തുന്ന പരീക്ഷയാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്ക് എക്സാം പാറ്റേൺ മനസ്സിലാവാനും പ്രാക്ടീസ് ചെയ്യാനും സഹായിക്കുന്നു. നാലാമത്തെയാണ് ഓപ്പൺ ബുക്ക് എക്സാംസ്. പുസ്തകങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ റെഫർ ചെയ്ത് എഴുതാൻ അനുവദിക്കുന്ന പരീക്ഷയാണിത്. കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ പരിശോധന ചെയ്യാൻ ഇത് പ്രധാനമായും നടത്തുന്നത്. അഞ്ചാമത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ആൻഡ് കണ്ടൻസ്. സ്കോളർഷിപ്പിന് വേണ്ടിയും മത്സരങ്ങൾക്ക് വേണ്ടിയും നടത്തുന്ന എക്സാമാണ് ഇത്. അവസാനത്തെയാണ് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ്. ജോലി നൽകുന്നതിന് മുമ്പായി കുട്ടികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടെസ്റ്റാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇതിലെ ഓരോ ടൈപ്പും ഡിഫറെൻ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ. ഇറ്റ് ഗിവ് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ആൻഡ് സേവ് ടൈം. ഇതെന്താണ് ട്രഡീഷണൽ എക്സാംസ് എന്താണ് ഓട്ടോമേറ്റ് ചെയ്യുന്നു. പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ എന്താണ് റിസൾട്ട് തയ്യാറാകുന്നതിനാൽ കുട്ടികളുടെ സമയം ലാഭിക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, ഫാസ്റ്റർ ഇവാലുവേഷൻ. ഇവാലുവേഷൻ പ്രോസസ്സ് വളരെ വേഗത്തിൽ നടക്കുന്നു. ആൻസർ ഷീറ്റ് മാനുവലി നോക്കേണ്ടതില്ല. സിസ്റ്റം തന്നെയാണ് ഇത് ഗ്രേഡ് ചെയ്യുന്നത്. അടുത്തത് റിമോട്ട് ആക്സസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി. കുട്ടികൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അവരുടെ ഡിവൈസ് ഉപയോഗിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അവരുടെ സൗകര്യം അനുസരിച്ച് എഴുതാനും സഹായിക്കുന്നു. വെബ്കാം അല്ലെങ്കിൽ മൈക്ക് ഉപയോഗിച്ച് ഒരു സമയം തന്നെ കൂടുതൽ കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ള സഹായം ഇതൊരുക്കുന്നു. അടുത്തത് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്. കുട്ടികൾക്ക് അവരുടെ ആൻസറിനെ പറ്റിയും പെർഫോമൻസിനെ പറ്റിയും പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ ഇത് വെച്ച് അവർക്ക് അവരുടെ കുറവുകളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ വളരെ ഫ്ലെക്സിബിളും സെക്യൂറും ആയിരിക്കും. അതേപോലെ വലിയ കോസ്റ്റ് ഒന്നും കാണില്ല. കാരണം എക്സാം സെൻറ്റേഴ്സ് വേണ്ട, അതേപോലെ ഇൻവിജിലേറ്റേഴ്സ് ഒന്നും വേണ്ട. ഓൺലൈൻ എക്സാം സിസ്റ്റത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ നോക്കുന്നത്. ഇതെന്താണ് OCR ടെക്നോളജി ഉപയോഗിക്കുന്നത്, അതായത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ. അതായത് വിവരങ്ങളെല്ലാം സുരക്ഷിതമായി ഒരു ഡാറ്റ ബേസിൽ സ്റ്റോർ ചെയ്യും. അതേപോലെ ഈ സിസ്റ്റം പ്രധാനമായും ക്ലൗഡ് ബേസ്ഡ് ആണ്. അതുപോലെ വളരെ വേഗത്തിൽ തന്നെ റിസൾട്ടൊക്കെ നൽകാൻ സാധിക്കുന്നു. അതേപോലെ എക്സാമുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ ഈ സിസ്റ്റം വളരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ പരീക്ഷ സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. എന്തെങ്കിലും കോപ്പി അടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടാണ് എക്സാം എഴുതിക്കുന്നത്, ആൻറ്റി ചീറ്റിംഗ് ടെക്നോളജി വരെ കണ്ടുപിടിക്കും. അതുപോലെ ഡാറ്റ സെക്യൂരിറ്റിയും പെർമിഷനും ഈ സിസ്റ്റം ഉറപ്പ് നൽകുന്നുണ്ട്. പലതരത്തിലുള്ള ഇവാലുവേഷൻ മെത്തേഡ്സ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻസും അലേർട്ട്സും കുട്ടികൾക്ക് അയക്കാനുള്ള സഹായവും ഇതിലുണ്ട്.
ഈ ഓൺലൈൻ എക്സാമിനേഷൻ സിസ്റ്റത്തിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് കോസ്റ്റ് എഫക്റ്റീവാണ്. അതായത് കുറഞ്ഞ ചിലവ് വളരെ മോഡേണായ രീതിയിൽ പരീക്ഷകൾ നടത്താൻ. അടുത്തതായി ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഗുണങ്ങളാണ് പറയാൻ പോകുന്നത്, മെറിറ്റ്സ്. ഫസ്റ്റ് വൺ, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. അതായത് ഇതിന് പേനയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് മരങ്ങളൊന്നും മുറിക്കപ്പെടുന്നില്ല. പേനയുടെ യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചെറിയപ്പെടുന്നില്ല. അതുകൊണ്ട് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയൊരു സിസ്റ്റമാണിത്. രണ്ടാമത്തെ സെയിം ടൈം. ഓൺലൈൻ എക്സാം ആകുമ്പോൾ റിട്ടൺ എക്സാമിനെ പോലെ ചെക്ക് ചെയ്യാനുള്ള വാല്യുവേഷൻ്റെ ടൈമൊന്നും വേണ്ട. അപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അടുത്തത് മോർ സെക്യൂർ. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാനുള്ള സാധ്യത ഇത് കുറവാണ്. അതേപോലെ ഡേറ്റ എൻക്രിപ്ഷനും സെക്യൂർ ഡേറ്റയും ഉപയോഗിക്കുന്നതിനാൽ കൂടുതൽ സുരക്ഷിതമായിരിക്കും. അടുത്തത് ഈസി ടു യൂസ്. ഈ സിസ്റ്റം കുട്ടികൾക്കും ഇവാലുവേറ്റേഴ്സിനും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അതായത് നല്ല രീതിയിൽ കമ്പ്യൂട്ടർ ലിറ്ററസി ഉള്ള ആർക്കും ഇത് എളുപ്പമായി ഉപയോഗിക്കാൻ പറ്റും. അടുത്ത മെത്തേഡ് ഓട്ടോ ഗ്രേഡിങ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓട്ടോ ഗ്രേഡിങ് ആയിരിക്കും. ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ചാലഞ്ചസ് ഓഫ് ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് എല്ലാ കുട്ടികൾക്കും നല്ല കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന കുറവുകൾ ഓൺലൈൻ എക്സാം നടത്തുന്നതിനൊരു തടവാകുന്നു. അടുത്താണ് ഇൻ്റർനെറ്റ് ഡെഫിഷ്യൻസി. നല്ല ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് കട്ടായാലോ അല്ലെങ്കിൽ റേഞ്ച് ഇല്ലെങ്കിലോ, ചില സ്ഥലങ്ങളിലൊന്നും റേഞ്ചൊന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എക്സാം ഒന്നും എഴുതാൻ പറ്റത്തില്ല. അടുത്ത ഡിമെറിറ്റ് ചീറ്റിങ്. ദൂരെ ഇരുന്ന് എഴുതാം എന്നതിന് കുട്ടികളൊക്കെ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ടല്ലേ. ഇപ്പോൾ ക്യാമൊക്കെ ഓഫാണെങ്കിൽ ആരുടെയിലൊക്കെ ചോദിച്ചെഴുതാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സെർച്ചൊക്കെ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അടുത്തൊരു ഡിമെറിറ്റാണ് ഡിഫിക്കൽട്ടി ഇൻ ഗ്രേഡിങ് ലോങ് ആൻസേഴ്സ്. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് വാലുവേറ്റ് ചെയ്യാം. എന്നാൽ ലോങ് ആൻസറൊക്കെ ഗ്രേഡ് ചെയ്യാൻ ഓൺലൈൻ സിസ്റ്റത്തിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത കമ്പ്യൂട്ടർ ലിറ്ററസി. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് സിസ്റ്റം വളരെ പ്രയാസമായി തോന്നും. അടുത്തയാണ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്. അത് പരീക്ഷ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സോ ടെക്നിക്കൽ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ എക്സാമിനേഴ്സിനും കുട്ടികൾക്കും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. ടു ദ കൺക്ലൂഷൻ, ട്രഡീഷണൽ എക്സാം സിസ്റ്റത്തേക്കാൾ വളരെ വേഗത്തിലും എഫിഷ്യൻ്റായ രീതിയിലും പരീക്ഷകൾ നടത്താൻ ഓൺലൈൻ എക്സാമിനേഷൻ സഹായിക്കുന്നു. ഇത് സമയം ചിലവും ലാഭിക്കാനും പേപ്പറിൻ്റെ ഉപയോഗം കുറവായത് വഴി പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറയ്ക്കാനും സഹായിക്കും. ഇൻ്റർനെറ്റ് ഡിപ്പെൻഡൻസി പോലുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കൂടുതൽ സുരക്ഷയും ഈ സിസ്റ്റം ഉറപ്പ് നൽകുന്നുണ്ട്. ഭാവിയിൽ ഇത് നമ്മുടെ പ്രത്യക്ഷ ജീവിതത്തെ ഒരു പ്രധാന ഭാഗമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.